ഇനി നമ്മൾ ഇവിടെ കമ്മ്യൂണിറ്റി പേജിൽ ഞാനിവിടെ കോഡ് ഞാനിവിടെ എഡിറ്റ് വരുത്തിയിട്ടുണ്ട്. ഇവിടെ ഞാൻ പേജ് .ts6 അതായത് കമ്മ്യൂണിറ്റി ഫോൾഡറിനകത്ത് പേജ് ഫയലിനകത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഞാനിവിടെ ഒരു കണ്ടന്റ് ആഡ് ചെയ്തിട്ടുണ്ട്, ഒരു ഡമ്മി കണ്ടന്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് ഒരു CSS മൊഡ്യൂൾ ഞാനിവിടെ ഇട്ടിട്ടുണ്ട്. ഓക്കെ, സോ ഈ രണ്ടെണ്ണത്തിൻ്റെ കോഡ് ഞാൻ മറ്റേ കോഡ് ഫയലിനകത്തോട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്തിടാം. നിങ്ങൾ അതിനകത്ത് കോപ്പി ചെയ്ത് നിങ്ങളുടെ കോഡിനകത്ത് കൊണ്ട് ഇടുക. ഓക്കെ, സോ ഇത്രയും രണ്ടെണ്ണം ഇട്ടതിന് ശേഷം നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ ഫുഡീസ് കമ്മ്യൂണിറ്റിയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഡമ്മി കണ്ടന്റ് ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ നമുക്കിവിടെ നാവ് ലിങ്ക്സ് ഉണ്ട്. ഓക്കെ, നാവിഗേഷൻ ലിങ്ക് ഉണ്ട്. അപ്പോൾ ഇത് ഏത് ലിങ്കാണ് ക്ലിക്ക് ചെയ്തതെന്ന് നമുക്ക് അറിയാൻ പറ്റുന്നില്ല. അതായത് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്തിരിക്കും, ആ ലിങ്ക് ഹൈലൈറ്റ് ചെയ്ത് ഇരിക്കണം. സോ അതിനു വേണ്ടി എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ നമ്മളിവിടെ ഹെഡർ ഫയലിനകത്തോട്ട് വരിക. ഹെഡർ ഫയലിനകത്താണ് ഇവിടെ നമ്മൾ രണ്ട് ലിങ്ക് ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമ്മളൊരു ക്ലാസ്സിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മളവിടെ ഇവിടെ ഹൈലൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ CSS മൊഡ്യൂളിനകത്ത് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ആക്റ്റീവ് എന്ന് പറഞ്ഞൊരു ക്ലാസ് ഉണ്ട്. സോ ഈ ഒരു ക്ലാസ് ആയിരിക്കും നമ്മളിവിടെ ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതെങ്ങനെയെന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടീഷൻ ബേസ് ചെയ്തായിരിക്കും നോക്കുന്നത്. അതായത് മീൽസിലാണ് ക്ലിക്ക് ചെയ്തെങ്കിൽ അവിടെ നമ്മുടെ ഈ ലിങ്ക് ആയിരിക്കും ഹൈലൈറ്റ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഫുഡീസ് കമ്മ്യൂണിറ്റിയിലാണ് ക്ലിക്ക് ചെയ്തെങ്കിൽ അവിടെ നമ്മൾ ക്ലാസ് ആക്റ്റീവ് എന്ന് പറഞ്ഞ് കൊടുക്കും. ഓക്കെ, സോ ഈ കണ്ടീഷൻ കൊടുക്കാനായിട്ട് നമുക്കൊരു സ്പെഷ്യൽ ആയിട്ട് ഒരു മെത്തേഡ് ഉണ്ട് Nextjs തന്നെ. നമ്മളിവിടെ യൂസ് പാത്ത് നെയിം എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടി ഉണ്ട്. അതായത് ഈ പാത്ത് നെയിമിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ പാത്തിലോട്ട് മാറും. ഇവിടെ /മീൽസ് എന്ന് പറയുന്നത് ഒരു പാത്താണ്. നമ്മൾ ഫുഡീസ് കമ്മ്യൂണിറ്റി ക്ലിക്ക് ചെയ്യുമ്പോൾ /കമ്മ്യൂണിറ്റി. സോ ഈ പാത്ത് നോക്കിയിട്ടാണ് അതിന് നമ്മൾ ക്ലാസ് ആഡ് ചെയ്യുന്നത്. ഇപ്പോൾ /മീൽസ് ആണെങ്കിൽ ഇവിടെ ഹൈലൈറ്റ് ചെയ്യണം. അതേപോലെ ഫുഡീസ് കമ്മ്യൂണിറ്റിയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഹൈലൈറ്റ് ചെയ്യണം. അതായത് /കമ്മ്യൂണിറ്റി ആണെങ്കിൽ അവിടെ ഹൈലൈറ്റ് ചെയ്യണം. സോ ഈ പാത്ത് നെയിം നമുക്കിവിടെ കിട്ടും. അതിനെ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മളൊരു വേരിയബിളിനകത്തോട്ട് സെറ്റ് ചെയ്യണം. കോൺസ്റ്റ് പാത്ത് ഈക്വൽ ടു യൂസ് പാത്ത് നെയിം. ഓക്കെ, ഇനി അടുത്തെന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ പാത്തിന് ഇവിടെ ക്ലാസ് നെയിം നമ്മളിവിടെ ആഡ് ചെയ്യും. ക്ലാസ് നെയിം ഈക്വൽ ടു നമ്മൾ കണ്ടീഷൻ ആയിരിക്കും നോക്കുന്നത്. ഓക്കെ, ഇവിടെ പാത്ത് == /മീൽസ് നമുക്ക് ഇങ്ങനെ കൊടുക്കാം. പക്ഷെ ഇവിടെ നമ്മൾ പാത്തിനെ ഇവിടെ ഞാൻ .starts with ആയിരിക്കും കൊടുക്കുന്നത്. കാരണം നമ്മൾ /മീൽസിനകത്ത് നമുക്ക് നെസ്റ്റഡ് പേജസ് വരാൻ ചാൻസ് ഉണ്ട്. അതായത് /മീൽസ് കഴിഞ്ഞാൽ ചിലപ്പോൾ /സംതിങ് എന്തെങ്കിലും വരും, എന്തെങ്കിലും ഒരു ലിങ്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വേറൊരു പാത്ത് വരും. സോ ഇത് നെസ്റ്റഡ് പാത്ത് എന്ന് പറയും, അല്ലെങ്കിൽ നെസ്റ്റഡ് പേജസ് എന്ന് പറയും. സോ നെസ്റ്റഡ് പേജസ് വരുന്ന റൂട്ടാണെങ്കിൽ നമ്മളിവിടെ സ്റ്റാർട്ട്സ് വിത്ത് ആയിരിക്കും ഇവിടെ കൊടുക്കുന്നത്. ഇപ്പോൾ സ്റ്റാർട്ട്സ് വിത്ത് മീൽസ് ആണെങ്കിൽ നമ്മളിവിടെ ആക്റ്റീവ് എന്ന് പറഞ്ഞു കൊടുക്കും. അല്ല എന്നുണ്ടെങ്കിൽ empty എന്ന് പറഞ്ഞായിരിക്കും കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ path.starts with മീൽസ് ആണെങ്കിൽ നമ്മളവിടെ ആക്റ്റീവ്, അല്ലെങ്കിൽ empty ക്ലാസ് നെയിം മതി. ഇതേ സെയിം സാധനം തന്നെ ഞാനിവിടെ കമ്മ്യൂണിറ്റിയിൽ ആഡ് ചെയ്യും. പക്ഷേ ഇവിടെ നമ്മൾ പാത്ത് =/ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞ് കൊടുക്കാം. കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ കമ്മ്യൂണിറ്റി പേജിനകത്ത് നെസ്റ്റഡ് പേജസ് ഇല്ല. സോ നമുക്ക് പാത്ത് =/ എന്ന് പറഞ്ഞ് /കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞ് കൊടുക്കാം. സ്റ്റാർട്ട്സ് വിത്തിൻ്റെ ആവശ്യമില്ല. ഞാനിവിടെ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനൊരു എറർ അടിക്കും. അതായത് യൂസ് പാത്ത് നെയിം ഓൺലി വർക്ക്സ് ഇൻ ക്ലയന്റ് കമ്പോണന്റ്. ഓക്കെ, അപ്പോൾ ഇത് ക്ലയന്റ് കമ്പോണന്റ്, യൂസ് പാത്ത് നെയിം എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ക്ലയന്റ് കമ്പോണന്റ് ആണ്. അതുകൊണ്ട് നമ്മളിവിടെ യൂസ് ക്ലയന്റ് എന്ന് പറഞ്ഞ് ഇവിടെ നമ്മൾ ഈ ഒരു ഫയലിനകത്തോട്ട് കൊടുക്കണം. അപ്പോൾ അതെങ്ങനെയെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ സേവ് ചെയ്ത് കഴിഞ്ഞാൽ ആ എറർ മാറും. ഓക്കെ, നമ്മൾ ബ്രൗസ് മീൽസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ
നമുക്കിവിടെ ഹൈലൈറ്റ് ഓക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹെഡർ മൊഡ്യൂളിനകത്തോട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇവിടെ ക്ലാസ്സസ് ഡോട്ട് ആക്റ്റീവ് ആണ്. ഓക്കെ, ക്ലാസ്സസ് ഡോട്ട് ആക്റ്റീവ് ഇതാണ് ഇവിടെ ചെയ്യുന്നത്. നമ്മൾ സേവ് ചെയ്യുമ്പോൾ നമുക്കിവിടെ ബ്രൗസ് മെയിൽസ് ഇവിടെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഫുഡീസ് കമ്മ്യൂണിറ്റിയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെയും ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ ക്ലാസ്സസ് ഡോട്ട് ആക്റ്റീവ് എന്ന് പറഞ്ഞാണ് കൊടുക്കുന്ന സ്ട്രിങ്ങിന് പകരം നമ്മളിവിടെ ക്ലാസ്സസ് വെച്ചിട്ടായിരിക്കും നമ്മളിവിടെ സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം നമ്മളിവിടെ യൂസ് ക്ലയൻറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് കറക്റ്റായി. ഓക്കെ, ആക്ച്വലി ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മെജോറിറ്റി, അതായത് ഈ ഒരു കോമ്പോണൻ്റ് എല്ലാം ക്ലയൻറ്റ് കോമ്പോണൻറ്റിലോട്ട് മാറും. ഇപ്പം ഇങ്ങനെ ചെയ്താൽ കുഴപ്പമില്ല, പക്ഷേ ഇതൊരു പാർഷ്യൽ കറക്റ്റാന്നേ പറയത്തുള്ളൂ. കാരണം നമുക്കറിയാം Nextjs എന്ന് പറഞ്ഞാൽ ആക്ച്വലി സെർവർ സൈഡ് റെൻഡറിങ് കോമ്പോണൻസ് ആണ്. നമ്മളിങ്ങനെ യൂസ് ക്ലയൻ്റ് എന്ന് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ ഉള്ള എല്ലാ കോമ്പോണൻറ്റും ഇത് ക്ലയൻറ്റ് കോമ്പോണൻ്റ് ആയിട്ട് മാറും. ഇപ്പോൾ ഇതൊക്കെ ആക്ച്വലി സെർവർ സൈഡിൽ ആവശ്യമുള്ളതാണ്, സെർവർ സൈഡിൽ റെൻഡർ ചെയ്യാനുള്ളത് മാത്രമാണ്. നമ്മളിവിടെ യൂസ് പാത്ത് നെയിം യൂസ് ചെയ്തുകൊണ്ടാണ് നമുക്കിവിടെ ക്ലയൻറ്റ് കോമ്പോണൻറ്റ് യൂസ് ചെയ്യാനുള്ള കാരണം. അപ്പോൾ ഇത് ആക്ച്വലി യൂസ് ചെയ്യുന്നത് നമുക്ക് ലിങ്കിന് വേണ്ടി മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാത്തിലും നോർമലാണ്. സോ അത് സെർവർ സൈഡ് റെൻഡർ ചെയ്യുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ. അപ്പോൾ ഈ നമ്മൾ എന്താ ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ ഈ ഒരു സംഭവത്തിന്, അതായത് നമ്മുടെ ലിങ്കിനെ മാത്രം നമ്മളൊരു സെപ്പറേറ്റ് ഒരു കസ്റ്റം കോമ്പോണൻ്റ് ഉണ്ടാക്കിയിട്ട് ഇവിടെ നിന്ന് നമ്മൾ ആഡ് ചെയ്യും. അപ്പോൾ അതിന് നമ്മൾ എന്താ ചെയ്യുന്ന പറഞ്ഞാൽ നമ്മളിവിടെ പുതിയൊരു ഫയൽ ആഡ് ചെയ്യുക, navlink.tsx. അതുപോലെ navlink.module.ts. ഓക്കെ, അപ്പോൾ ഞാനിവിടെ എന്താ ചെയ്യുന്നത്, നമ്മളിവിടെ ഒരു എക്സ്പോർട്ട് default navlink എന്ന് പറഞ്ഞാൽ റിട്ടേൺ എന്ന് പറയുന്നത്, ഇവിടെ ഞാൻ ഹെഡർ ഡോട്ട് TSXനകത്തോട്ട് വന്നു കഴിഞ്ഞാൽ എനിക്കിവിടെ ഇത്രയും പാർട്ട് ഞാൻ വേണമെങ്കിൽ Ctrl+X അടിച്ചിട്ട് ഞാനിവിടെ ഇങ്ങനെ കൊടുക്കാം. ഓക്കെ, അല്ലെങ്കിൽ അൺഓർഡർ ലിസ്റ്റ് ഇപ്പോൾ ഇത്രയും നമുക്ക് കൊടുത്ത് നോക്കാം. ക്വിക്ക് ഫിക്സ് എന്ന് പറഞ്ഞാൽ ആഡ് നെക്സ്റ്റ് ലിങ്ക്. ഓക്കെ, ഇത്രയും ലിങ്ക് കൊടുക്കാം. പിന്നെ പാത്ത് നമ്മളിവിടെ ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇവിടെ കോൺസ്റ്റ് പാത്ത് ഞാനിത് കട്ട് ചെയ്തിട്ട്, നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല, ഇവിടെ ഞാനിങ്ങനെ കൊണ്ടുവരും. പാത്ത് തന്നെയും ക്വിക്ക് എടുക്കുക, നെക്സ്റ്റ് നാവിഗേഷൻ സേവ് ചെയ്തു. നമുക്ക് ക്ലാസ്സസും കൂടെ വേണം. അപ്പോൾ അതിന് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതേ ഹെഡർ ഡോട്ട് TSXനകത്ത് നമുക്ക് ഓൾറെഡി ഒരു ഹെഡർ മൊഡ്യൂൾ CSS ഉണ്ട്. അത് ഞാനിവിടെ കൊണ്ടുവരാം. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ആവശ്യമുള്ളത് ആക്റ്റീവ് ക്ലാസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിന് ഹെഡർ മൊഡ്യൂൾ CSSനകത്ത് ഞാനിത് പിടിച്ച് ഇതിനെ കോപ്പി ചെയ്തിട്ട് ഞാനിവിടെ nav ലിങ്കിനകത്തോട്ട് സെറ്റ് ചെയ്തൊന്ന് വെക്കും. എന്നിട്ട് import classes from navlink module.cc. ഓക്കെ, ഇത്ര എടുത്തു. ഇനി ഞാൻ ഇവിടെ എന്താ ചെയ്യുന്ന പറഞ്ഞാൽ ഞാൻ ഇത് ഇവിടെ കൊണ്ടുപോയി ഹെഡറിനകത്തോട്ട് കൊണ്ടുപോയിട്ട് ഇവിടെ വെച്ച്
nav ലിങ്കിനെ ഞാനിവിടെ കൊണ്ടുവരും. ഓക്കെ, സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതൊരു യൂസ് ക്ലയന്റിന് നമ്മളിവിടെ പിടിച്ച് മാറ്റുകയാണ്. അപ്പൊ ഇത് ആക്ച്വലി ഒരു സെർവർ സൈഡ് റെൻഡറിങ് കോമ്പോണന്റ് ആണ്. ഞാനിത് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ യൂസ് പാത്ത് നെയിം, ഓക്കെ, യൂസ് പാത്ത് നെയിം, ഓക്കെ, ഇവിടെ മാത്രം നാവ് ലിങ്കിനകത്തോട്ട് വന്നിട്ട് നമ്മളിവിടെ യൂസ് ക്ലയന്റ് എന്ന് പറഞ്ഞ് കൊടുക്കും. ഓക്കെ, അപ്പൊ ഈ യൂസ് ക്ലയന്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ നാവ് ലിങ്കിന്റെ ഈ ഒരു കോമ്പോണന്റ് മാത്രം ക്ലയന്റ് കോമ്പോണന്റ് ആയിട്ട് മാറും. ഓക്കെ, സോ ഇവിടെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം ഞാൻ ഒന്നും കൂടെ പറയാം. നമ്മളിവിടെ ഹെഡറിനകത്ത് ഒരു നാവിൽ ഈ ഒരു ലിങ്ക് ഉണ്ടായിരുന്നു. നമ്മളിവിടെ ഒരു ക്ലാസ് നെയിം ആഡ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിവിടെ യൂസ് പാത്ത് നെയിം എന്ന് പറഞ്ഞ് നമ്മളിവിടെ ഹെഡറിനകത്തോട്ട് വെച്ചത്. അപ്പോൾ അതിൽ നമുക്കിവിടെ യൂസ് ക്ലയന്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പാർഷ്യലി കറക്റ്റാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ യൂസ് ക്ലയന്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മൊത്തം അങ്ങ് ക്ലയന്റ് കോമ്പോണന്റ് ആയിട്ട് മാറും. പക്ഷെ നമുക്ക് കുറച്ച് മാത്രം, അതായത് ആ ചെറിയൊരു പീസ് ഓഫ് കോഡ് മാത്രം ക്ലയന്റ് കോമ്പോണന്റ് ആയിട്ട് കൺസിഡർ ചെയ്താൽ മതി. ബാക്കി എല്ലാത്തിലും സെർവർ സൈഡ് റെൻഡർ ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ സെപ്പറേറ്റ് ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇത് ആക്ച്വലി നമ്മുടെ ഒരു ക്ലയന്റ് കോമ്പോണന്റ് ആണ്. അപ്പോൾ ഇവിടെ മാത്രമേ ഇവിടെ ക്ലയന്റ് കോമ്പോണന്റ് ആയിട്ട് കാണത്തുള്ളൂ. ഈ ഹെഡർ ഫയൽ ആക്ച്വലി ഒരു സെർവർ സൈഡായിട്ട് മാറും. സോ ഇത് സെർവർ സൈഡ് റെൻഡർ ചെയ്യും. പിന്നെ നാവ് ലിങ്ക് കോമ്പോണന്റ് മാത്രം ക്ലയന്റ് കോമ്പോണന്റ്. ഓക്കെ, സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് സെക്ഷനിൽ നടത്തുള്ളൂ. ഓക്കെ, ബൈ.